ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് പോരല്ലോ. വളരെ നല്ല സൗകര്യത്തിലൊക്കെ ജീവിച്ച ആൾക്കാരും ധാരാളം ഈ ക്യാമ്പുകളിലൊക്കെ ഉണ്ട്. പ്രായമുള്ള അമ്മച്ചിമാർക്ക് ബാത്റൂമിൽ പോവുക, അവരുടെ തന്നെ ബാത്റൂമിൽ പോകണം. ഇവിടെ സ്കൂളിലൊക്കെ പുറത്താണ് ബാത്റൂം, അങ്ങനെ നടന്നു പോവുക, ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാലിയേറ്റീവ് കെയർ തുടരുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ചില പ്രയാസങ്ങളുണ്ട്. അപ്പം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ വീണ്ടും മഴ പെയ്യുകയാണ്. അപ്പം ഇന്നലെ വീട്ടിലേക്ക് പോകാൻ ക്ലീനിങ് നടത്തി പോകാൻ ശ്രമിച്ചപ്പോഴാണ് വീണ്ടും മഴ പെയ്ത് വെള്ളം കയറിയത്. അപ്പോൾ വീണ്ടും ക്ലീൻ ചെയ്യേണ്ടി വരികയാണ്. ഇങ്ങനെയൊക്കെയുള്ള തുടർ പ്രശ്നങ്ങളായിട്ട് ഇത് മാറുകയാണ്. അപ്പോൾ സർക്കാരൊക്കെ നല്ല സഹായം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സഹായം കൊണ്ടൊന്നും ഇവരുടെ ദുരിതങ്ങൾ മാറുന്നില്ല, പ്രയാസങ്ങൾ മാറുന്നില്ല. അതിന് ഈ കഷ്ടപ്പാട് ശാശ്വതമായി മാറണം. തുടർച്ച ഉണ്ടാകുന്ന ഈ വെള്ളപ്പൊക്കം മാറണം. അതിനൊരു പരിഹാരം ഉണ്ടായാൽ മാത്രമേ കാര്യമുള്ളൂ. പക്ഷേ എന്നാലും സർക്കാർ എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട്. ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായവും ചെയ്യുന്നുണ്ട്. 10,000 രൂപ എല്ലാവർക്കും ആദ്യം കൊടുക്കാൻ ഗവൺമെൻറ് എന്തായാലും അത് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ വിതരണം ചെയ്യുന്നതാണ്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ ഇനി വീട്ടിലോട്ട് ചെന്നാൽ എല്ലാം പോയില്ലേ, എല്ലാം നഷ്ടപ്പെട്ടില്ലേ. കിണർ ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ളമാണ്. കിണറെല്ലാം നശിച്ചുപോയി. കിണറിൽ ഇനി ശുചീകരിക്കണമെങ്കിൽ തന്നെ 3-4 ദിവസം എടുക്കും. കാരണം ഇപ്പോൾ കിണർ ശുചീകരിച്ചാൽ വീണ്ടും വന്നു കയറുന്ന ഇതേ വെള്ളമായിരിക്കും. അപ്പോൾ അത് പ്രശ്നമാകും. അപ്പോൾ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യണം. ഞങ്ങളുടെ എൻ്റെ വീടിനകത്തെല്ലാം വെള്ളമെല്ലാം പോയി, വീടെല്ലാം തകർന്നു പോയി. പിന്നെ അവിടെ ആ ഒരു തോടുണ്ട്, ആ തോടിന് അവിടെ ആ തോട് ഇങ്ങോട്ടൊന്ന് പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്യണം. 4 വശത്തും തോടാണ്, അവിടെയാണ് ഞങ്ങളുടെ വീട്. അപ്പം എല്ലാം മേൽക്കൂരയെല്ലാം പോയി. ഞങ്ങളവിടെ 3 വീടുകാരുണ്ട്. ഞങ്ങളുടെ വീട്ടിലോട്ട് അങ്ങോട്ട് പോകാനോ വരാനോ ഒന്നും ഞങ്ങൾക്കൊന്നും വയ്യ. എല്ലായിടത്തും വെള്ളം അങ്ങ് കെട്ടി നിൽക്കുകയാണ്. സാധനങ്ങളെല്ലാം പോയി. ഒരു സാധനങ്ങൾ ഞങ്ങൾക്ക് 3 പേർക്കും ഒന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ MLA ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇങ്ങനെയുള്ള പാവങ്ങൾ അവരുടെ കഷ്ടപ്പാട് പറയുമ്പോൾ നമുക്ക് സങ്കടം വരത്തില്ല. നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കേട്ട് സങ്കടപ്പെടുക അല്ലാതെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാം. സന്നദ്ധ പ്രവർത്തകരുടെ സഹായം വേണം. ഇത്തരം കാര്യങ്ങളിൽ ചാരിറ്റി പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നവരുടെ സഹായം വേണം. അവരെല്ലാം രംഗത്ത് വരണം. ഇപ്പോൾ 2018 പ്രളയത്തിൽ ധാരാളം സഹായം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കിട്ടി. ഇത്തവണ അത് ഉണ്ടാകുന്നില്ല. കാരണം അത് കാഷ്വാലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർക്കൊന്നും മരിച്ചില്ല. പക്ഷേ അതൊക്കെ നമ്മൾ സമയത്ത് ഇടപെട്ടു, ആൾക്കാരെല്ലാം സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു, ക്യാമ്പുകളിൽ എത്തിച്ചു. അതുകൊണ്ടൊക്കെയാണ് കാഷ്വാലിറ്റി ഒഴിവായത്. പക്ഷേ അതിൻ്റെ അർത്ഥം ഈ മനുഷ്യർക്കൊന്നും പ്രയാസങ്ങളില്ലെന്നല്ല, പ്രശ്നങ്ങളില്ലെന്നല്ല. സർക്കാരിൻ്റെ സഹായം കൊണ്ട് അവർക്ക് താൽക്കാലിക ആശ്വാസമാണ്. ഏത് സർക്കാർ വിചാരിച്ചാലും ഈ നഷ്ടം നികത്താൻ പറ്റത്തില്ല. ഏത് അമേരിക്ക വിചാരിച്ചാൽ പോലും പറ്റത്തില്ല. അത്ര മാത്രം നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം സന്നദ്ധ സംഘടനകൾ അതുപോലെയുള്ള ഇത്തരം ചാരിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അവർക്കെല്ലാം ഒരു നല്ല അവസരമാണിത്. റാന്നിയിലേക്ക് വരണം. ഈ പാവപ്പെട്ട മനുഷ്യർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കണം. വീടുകൾ പൂർണ്ണമായി പോയതിൻ്റെ എണ്ണം കുറവാണ്. പക്ഷേ ഭാഗികമായി പോയെന്ന് വെച്ചാൽ മേൽക്കൂര അടർന്നുപോയി, ഭിത്തികൾ തകർന്നുപോയി, കിണർ ഒലിച്ചുപോയി. ഇതൊക്കെ ആർക്ക് നിർത്താൻ പറ്റും? അപ്പം ഇങ്ങനെയൊക്കെയുള്ള സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊരു നല്ല സമയമാണിത്. എല്ലാവരും റാന്നിയിലേക്ക് വരണം. ഇപ്പോൾ താങ്കൾ ഇവിടെ ഈ ക്യാമ്പിൽ വന്നുകൊണ്ടല്ലേ, അല്ലെങ്കിൽ വീട് വന്നുകൊണ്ടല്ലേ ഇത് മനസ്സിലായത്. അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കിയാൽ റാന്നി ശാന്തമാണ്. റോഡിലെ വെള്ളം ഒഴുകിപ്പോയി, ആറ്റിലെ വെള്ളം താഴ്ന്നുപോയി. അപ്പോൾ റാന്നിയെല്ലാം സുരക്ഷിതമായി എന്ന് എല്ലാവരും കരുതും. പക്ഷെ അതല്ല സത്യം. നമ്മുടെ വീടുകളിലേക്ക് പോയാൽ മനുഷ്യർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നിരവധിയാണ്. ആ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതെ വരുമ്പോൾ MLA എന്നുള്ള സ്ഥാനത്തിനൊന്നും ഒരർത്ഥമില്ലെന്ന് നമുക്ക് മനസ്സിലാവും. ഇവരെ ആരും സഹായിക്കാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. അതിനെല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.